അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഗോൾഡൻ ഡ്രസ്സൊക്കെ ആണല്ലോ. എന്താ പറയാനുള്ളത് റാണി മോളെ? ഇനി എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് കേട്ടോ. ഫോട്ടോഗ്രാഫർ ചേട്ടനാണ്. ഫുഡാണ് നമുക്ക്. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഈ ഫുഡ് നമുക്ക് പിടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നി. അത്യാവശ്യം എരിവും ഇതൊക്കെ പുളിയൊക്കെ ഉണ്ട്. ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തായ്ലാൻഡിലെ ബാങ്കോക്കിലെ വാട്ടരൂൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതേക്കണ്ട തായ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഗോൾഡിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. റിച്ച് തന്നെ, ഫുൾ സ്വർണ്ണമാണ് കേട്ടോ. നമ്മൾ സ്പെഷ്യൽ തായ് ഫുഡും പിന്നെ അതേപോലെ തായ് കോസ്റ്റ്യൂമും എല്ലാം നമ്മുടെ വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഫാമിലീൻ്റെ ഒപ്പമാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. ഇനി അവർ തായ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിൽക്കുന്നു, അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഗോൾഡൻ ഡ്രസ്സൊക്കെ ആണല്ലോ. എന്താ പറയാനുള്ളത് റാണി മോളെ? ഫുള്ള് ഗോൾഡാ, ഫുൾ സ്വർണ്ണാണല്ലോ. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഫുൾ മടിയാണല്ലോ, ക്യാമറയിൽ പറയാം. ഫുൾ മടി. പറഞ്ഞോളൂ. ചൂടാണ്. പിന്നെ സ്വർണ്ണം, ഫുൾ സ്വർണ്ണമാണ്. സ്വർണ്ണം കടത്താനാണ്. അതെ, അച്ഛനും ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയും ഗോൾഡ്. ആദ്യമായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്നത്. നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് തന്നത് ആ ചേച്ചിയാണ്. നമുക്ക് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊക്കും കാ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വരുന്നത്. ഇനി നമുക്ക് നേരെ വാട്ടരൂണിലോട്ട് പോവാം. അവിടെ പോയിട്ട് കാണാം. വാട്ട് അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ 17th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കിങ് റാണ 2ഉം റാണ 3ൻ്റെ ഒക്കെ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ഹിസ്റ്ററിയാണ് കേട്ടോ. പിന്നെ ഇതിലൊരു വലിയൊരു ടോൾ ടവർ വരുന്നുണ്ട്. ആ ടവർ ഏകദേശം 70 മീറ്റർ എന്ന് പറയുമ്പോൾ 230 ഫീറ്റോളം ഹൈറ്റുള്ള ഒരു ടവറാണ് ഈ സംഭവം വരുന്നത്. പിന്നെ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അത് അവിടെ എത്തിയിട്ട് എന്താ സംഭവം എന്നുള്ളതൊക്കെ കാണാം. നമ്മുടെ ഫുൾ ടീംസ് കൂടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. തായ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്പെഷ്യൽ തായ് കോസ്റ്റ്യൂം. ഇവിടെ കുറേ മോങ്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതും കാര്യങ്ങളും ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊക്കെയാണ് ഫുള്ളായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ഇത് കുറേ ഏകദേശം 10,000ഓളം ഈ വാട്ട് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിളിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. ഏകദേശം 10,000ഓളം വാട്ട് ഗ്രൂപ്പ്സും സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതായത് 10,000ഓളം വാട്ട് ടെമ്പിൾസ്, കുറേ വാട്ടരും പിന്നെ വാട്ട് റൈമിറ്റിലാണ് 5.510 കിലോഗ്രാം വരുന്ന 5.5 ടൺ ഇത് വരുന്ന ഗോൾഡുള്ള ബുദ്ധൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് പോകാൻ പറ്റിയ സമയം കിട്ടുമോ നോക്കണം. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വാട്ടരൂണിലോട്ട് പോകാം. വാട്ടരൂണിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നോക്കൂ ഗൈസ്, ഇതാണ് നമ്മുടെ 70 മീറ്റർ ഹൈറ്റുള്ള ടവറുകൾ വാട്ടരൂണിൻ്റെ. ഇവിടെ എല്ലാവരും നമ്മുടെ ഈ തായ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഈ വാട്ടരൂണിലോട്ട് വരുമ്പോൾ വേറെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ സ്കേർട്ടും സംഭവങ്ങളൊക്കെ ഒന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല. അതായത് നമ്മൾക്ക് ഫുൾ ബോഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള പുറം കാണിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ തായ് കൾച്ചർ നമുക്ക് അടുത്തറിയാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു തായ് കോസ്റ്റ്യൂം ഇടുന്നത് നല്ലതാണ്. ഏകദേശം 100 ബാത്ത് വരുന്നുള്ളൂ. 100 ബാത്ത് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഒരു 250 റുപ്പീസ് അങ്ങോട്ടാണ് നമുക്ക് 3 മണിക്കൂറിന് ഈ ഡ്രസ്സ് ഇടാനായിട്ട് മൊത്തം വരുന്നുള്ളൂ. ഏകദേശം ഇവിടെ നല്ല സ്റ്റീപ്പ് സ്ലോപ്സ് എന്ന് പറയുന്നത് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സാണ് കേട്ടോ ഇവിടെ മൊത്തം വരുന്നത്. നമുക്കിതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. അമ്പലത്തിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് കുറച്ച് സീനാട്ടോ, വിചാരിക്കണ പോലെയല്ലേ ഗൈസ്. പിന്നെ അമ്പലത്തിൻ്റെ ഓരോ കാവിങ്സൊക്കെ നോക്കൂ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ പ്ലേറ്റ് പോലത്തെ എന്തോ സാധനമൊക്കെ തോന്നുന്നു കേട്ടോ. ചെറിയ നമുക്ക് സൗന്യറായിട്ട് മേടിക്കാൻ പറ്റിയ പോലെ സാധനമൊക്കെ തോന്നുന്നു. പിന്നെ ഇവിടെ ഷെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ആദ്യത്തെ ഒരു ലെയർ എന്നുള്ള വ്യൂ വരുന്നത്. അവിടെ ചേട്ടനവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 2 സുന്ദരിമാർ നിൽക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. പിന്നെ ഇവിടെ ഓരോ ബുദ്ധൻ്റെയും ഓരോ ദൈവരൂപങ്ങളും കാർവ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ മുകളിലോട്ട് 70 മീറ്റർ ദൂരമുള്ള ഒരു സ്ഥലം. ഇവിടെ ഏതോ രാജഭടനൊക്കെ നിൽക്കേണ്ടി വന്നു കേട്ടോ. കൊട്ടാരത്തിൻ്റെ ഭടനായിരിക്കും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇവിടെ നിന്ന് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ തീർന്നു. നമ്മളിവിടെ ഉണ്ട്. നമ്മുടെ നീല കളർ സൂപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തായ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഫൈൻ. നമുക്ക് നേരെ താഴെ പോയിട്ട് അവരുടെ അടുത്ത് ഫോട്ടോ എടുക്കണത് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇനി എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് കേട്ടോ.
ഫോട്ടോഗ്രാഫർ ചേട്ടനാണ്. ഇവിടെ അച്ഛൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അമ്മ ഇവിടെ സൺഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. എന്താണ് ഒന്നും മിണ്ടണില്ലല്ലോ? ആരും ഇല്ല, ഇതിലവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ നേരമായി എൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തു തരുമോ? കഷ്ടപ്പെട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ 2 ഫോട്ടോ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാ. നിങ്ങളുടെ ഫോട്ടോ കിട്ടിയോ? കുറെ ഫോട്ടോ കിട്ടിയോ? എന്നെ ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് 100,000 ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് മതിയാവില്ലല്ലോ അല്ലേ? പക്ഷെ ഈ ഡ്രസ്സിലിട്ടിട്ടൊന്നും കറക്റ്റ് നന്നായിട്ട് ഫോട്ടോ പറയൂ. ഫോട്ടോഗ്രാഫർ നിഖിൽ കുമാറിന്റെ അടുത്ത് പറയൂ, എടുത്തു തരൂ അവിടെ. പിന്നെ എന്തൊക്കെയുണ്ട്? സ്ഥലം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇല്ലാച്ചക്ക് വ്ളോഗിൽ എന്തൊക്കെയോ ബഡായി വിടണം എന്ന് പറഞ്ഞിരുന്നല്ലേ? എന്തൊക്കെയാ സ്ഥലങ്ങൾ എല്ലാവരും വന്ന് കാണുക. ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ ഇന്റർനാഷണൽ ട്രിപ്പ്. ഓക്കെ, എന്നാ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് പറയൂ. ബാങ്കോക്കിൽ ഈ സ്ഥലത്തിന്റെ പേരെന്താ? വാട്ട് അരുൺ. WATRUN. വാട്ട് അരുൺ ആണ് ഈ സ്ഥലത്തിന്. എനിക്ക് ഓർമ്മയുണ്ടായില്ല. അപ്പോഴും എന്തെങ്കിലുമൊക്കെ ബഡായി എന്നെ ഫുള്ള്. അതെ, എന്താ സാർ പറയാനുള്ളത്? ഫോട്ടോഗ്രാഫർക്ക് ക്ഷീണിതനായോ? എന്നാ 2 ഫോട്ടോ എടുത്ത് തരുമോ? 2 ഫോട്ടോ എടുത്ത് തരില്ല. നിഖിലിന് വെയിൽ കൊള്ളാൻ ഭയങ്കര മടിയാണ്. എന്നിട്ടാണ് ഈ തണലത്ത് മാറിയിരിക്കുന്നത്. ഇവിടെ ഈ പറയത്തക്ക ചൂടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് 35-38 ഡിഗ്രി ഉണ്ട്. പക്ഷെ ഈ ഇവിടെ വരുമ്പോ 35-32 എന്നൊക്കെ പറയുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര ചൂടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഒരു ഹ്യൂമിഡിറ്റി ആണ്. പക്ഷെ നമുക്ക് ചൂട് അത്ര എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്റെ മക്കൾക്ക് നല്ല എഫക്ട് ചെയ്യുന്നത്. അവര് 5 ശതമാനവും 6 ശതമാനവും. നമ്മൾ 5 ഡിഗ്രി, ഷിയാനിൽ 5 ഡിഗ്രി ആയിരുന്നു. ചൈനയിൽ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ്. പക്ഷെ ചൈനയിൽ ഇപ്പൊ ചൂടായി തുടങ്ങി. ഇപ്പൊ ഒരുമാതിരി ചൂടായിട്ട് വരുന്നുണ്ട്. കുറേ ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ ചാവ് ഫ്രയ റിവർ വരുന്നത്. അവിടെ നിന്ന് നേരെ നമുക്ക് റിവർ ബോട്ടും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. ഈ വാട്ട് അരുൺ എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ഡോൺ, അങ്ങനെ എന്തോ ഒരു അർത്ഥം കൂടിയും വരുന്നുണ്ട് ഇതിന്. പിന്നെ ഇവിടെ ഞാനും ഡോണും രാഹുലും നമ്മുടെ കൂടിയിട്ട് ഇവിടെ 2023 നമ്മളൊരു തായ്ലാൻഡ് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വാട്ട് അരുണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ നമ്മൾ ഇവിടെ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഫോട്ടോ സെഷനിലോട്ട് പോട്ടെ. ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയും കുറേ അംഗം വെട്ട് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ ഓരോ ഡാൻസ് മുദ്രകളൊക്കെ ഏകിയിട്ടാണ് നമ്മൾ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഇവിടെ നടക്കുന്നത് ആകെ ഫോട്ടോഷൂട്ട് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാട്ട് അരുണിലെ വേറൊരു ടെമ്പിളാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഫുൾ ഗോൾഡ് സംഭവങ്ങളൊക്കെ ആയിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് വരുന്നത്. ഇവരുടെ ഒരു മതപ്രകാരം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇതിൽ ഗോൾഡും സിൽവറും പ്രോസ്പിരിറ്റിയും വെൽത്തും ഹാപ്പിനെസ്സും സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഏതൊരു അമ്പലമായാലും എന്തായാലും ഗോൾഡും സിൽവറും പ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ചൈനയെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ റെഡ് കളറാണ് അവരുടെ പ്രോസ്പിരിറ്റി വെൽത്തും സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. അതേപോലെ ഇവിടെ ഗോൾഡ് കളറാണ് മെയിനായിട്ട്, ഗോൾഡും അതേപോലെ സിൽവർ കളറുകളും. പിന്നെ ഇവിടെ കുറേ വേറെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ബുദ്ധൻ്റെ ഓരോ രൂപങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആർക്കിടെക്ചറൊക്കെ വേറെ തന്നെ ഒരു മൂഡ് തന്നെയാണ് കേട്ടോ ഇവിടെ. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വാട്ടറിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് വാട്ടറിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിത് അതാണ് കേട്ടോ വാട്ടറിൻ വരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടുത്തെ ഒരു ഗാർഡൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ATM ഉണ്ട്. പിന്നെ ഇവിടെ പ്രാർത്ഥിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്. നമ്മുടെ ബുദ്ധമതത്തിൻ്റെ പ്രാർത്ഥിക്കുന്ന രീതിക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ മോങ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കയറി വീഡിയോ എടുക്കാണ്ടിരിക്കണതാണ് നല്ലത്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ചാവ് ഫ്രയ റിവർ. നേരത്തെ പറഞ്ഞല്ലോ, ആ ചാവ് ഫ്രയ റിവറിൽ നിന്ന് നമുക്ക് ബോട്ട് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. ബാങ്കോക്കിൻ്റെ അപ്പുറത്തേക്കൊക്കെ റിവർ കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വിൽക്കുന്ന വേറെയും ഷോപ്പുകളുണ്ട്. ഇത് ചൈനീസ് ടീംസാണ് കേട്ടോ. ഇവരാണ് മറ്റേ നമ്മുടെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു കൊടിയും പിടിച്ചിട്ട് മെയിനായിട്ട് നടക്കുന്ന ആൾക്കാർ. ഇവിടെ പിന്നെ കുറേ ബുദ്ധിസത്തിൻ്റെ കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഓരോ വാക്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. വാട്ട് ഈസ് മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ ഡെത്തിന് എന്ത് സംഭവിക്കും, പിന്നെ ഹെവനും ഹെല്ലും ഉള്ളതാണോ, അങ്ങനെ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളത് മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, തായ്ലാൻഡിൽ മെയിനായിട്ടുള്ളൊരു റിലീജിയൻ ബുദ്ധിസം തന്നെയാണ്. അപ്പോൾ ബുദ്ധിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്ട് അരുൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. നമ്മൾ തായ്ലാൻഡ് സ്പെഷ്യൽ ഫുഡുകൾ കഴിക്കാനായിട്ട് തായ് റെസ്റ്റോറൻറ്റിൽ വന്നേക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഫോട്ടോഗ്രാഫർ ചേട്ടനുണ്ട്.
അപ്പോൾ അതെ നമുക്ക് തായ് സ്പെഷ്യൽ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്തോ വെജിറ്റബിൾ വെച്ചിട്ടുള്ള എന്തോ സാലഡ്, വെജീസ് ആൻഡ് മഷ്റൂം സാലഡ് അങ്ങനെ എന്തോ സംഭവം. പിന്നെ ഇത് നമ്മുടെ സ്വന്തം പാഡ് തായ്, നമ്മൾ എപ്പോൾ തായ്ലാൻഡ് വന്നാലും കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് പാഡ് തായ്. ഇത് നൂഡിൽസും ചിക്കനും പിന്നെ അതേപോലെ ഈ ലെമണൊക്കെ സ്ക്യൂസ് ചെയ്തിട്ട് വേണം അത് കഴിക്കാനായിട്ട്. പിന്നെ ഇതൊരു പോർക്കിൻ്റെ ഒരു ഐറ്റമാണ് വരുന്നത്, മിൻസ്ഡ് പോർക്ക് വിത്ത് ബേസിൽ ലീവ്സ് ആൻഡ് നമ്മുടെ ചെറുള്ളി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിൻസ്ഡ് പോർക്ക് വിത്ത് റൈസ് അതുമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ കറിയാണ് വരുന്നത്. പക്ഷേ സാധാരണ ഗ്രീൻ കറി എന്ന് പറയുമ്പോൾ ഫുള്ള് ഗ്രീൻ കളറാണ് ഉണ്ടാവില്ല. ഇതൊരു കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള കറിയാണ് തോന്നുന്നു. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ക്യാബേജിൻ്റെ ഇലയും പിന്നെ പയറിൻ്റെ ഇലയും പയറും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാം. ഓക്കെ, തായ് ഫുഡ് ഇവരാദ്യമായിട്ടാണ് തായ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡാണ്. നമുക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഈ ഫുഡ് നമുക്ക് പിടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നി. അത്യാവശ്യം എരിവും ഇതൊക്കെ പുളിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിക്കാണ് ഫുഡ് ഉള്ളത്. പക്ഷേ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല എരിവില്ല ഒന്നുമില്ല. അതെ അതെ അതെ, കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റി ടേസ്റ്റി ഫുഡാണ്. ഓക്കെ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പിന്നെ എവിടെ ചെന്നാലും എല്ലാ ഫുഡും ഇഷ്ടമാണ് ടേസ്റ്റ് ചെയ്യാൻ. എനിക്ക് ഇരുവേട്ടൻ്റെ കാര്യം ഓർത്ത് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊന്നും വെറൈറ്റി ഫുഡൊന്നും ഇഷ്ടമല്ല. പക്ഷേ എല്ലാം ടേസ്റ്റാണ്. ഏത് ഫുഡ് ഏതാ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടത്? ഈ ചെറുള്ളി ഇട്ടതാണോ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, നിഖിലിന് എന്താ പറയാനുള്ളത്? നിഖിൽ ഇതൊക്കെ സ്വയം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത്. യു കെയിൽ ഇതൊക്കെ ഉണ്ടാക്കണ മാത്രം സിമ്പിൾ. ഓക്കെ, ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ. അങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എല്ലാം ഫിനിഷ് ആക്കി. എന്താ സാർ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഭക്ഷണം കഴിച്ചു ഫുള്ളായി. അത് കാരണം മടിയനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ക്യാബിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണ്, ഏകദേശം 35-36 ഡിഗ്രീസ് ഒക്കെയാണ് പുറത്ത് ചൂട് വരുന്നത്. നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഹോട്ടലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്താ, അമ്മയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും മധുരം കഴിക്കണം, ഷുഗറൊക്കെ അടിച്ച് കയറും കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം, അതെ ഇവിടെ ഐസ്ക്രീം മേടിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഏത് ഐസ്ക്രീമാണ്? സ്ട്രോബെറി. ഇങ്ങനെയൊക്കെ മധുരം കഴിച്ചു കഴിഞ്ഞാലേ വീട്ടിലാവുമ്പോഴും അങ്ങനെ തന്നെ നല്ലതാ. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലഡു അങ്ങനെ ലഡും ജിലേബിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ അങ്ങോട്ട് അടിച്ച് കയറും. ഇപ്പോഴും ഷുഗർ ഒന്നുമില്ല. എന്നാ ലാസ്റ്റ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഫുള്ള് ഉഡായിപ്പ് തന്നെ. ക്യാമറ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ബഡായിയോ ബഡായിയ അല്ലേ, ഫുൾ ബഡായി അല്ലേ അമ്മ പറയണത്, ഷുഗർ ഇല്ലാന്ന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പൂണും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ തായ്ലാൻഡ് സ്പെഷ്യൽ ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഇതിൽ നമുക്ക് പ്രീമിയം ഹോം മെയ്ഡ് 1976-ലുള്ള 1976-ലുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ, തായ്ലാൻഡ് സ്പെഷ്യൽ 1976. 76 എന്ന് പറയുമ്പോൾ ഏകദേശം 50 വർഷം പഴക്കമുള്ള ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് വരുന്നത്. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഒക്കെ ഉണ്ട്, എന്നാലും നല്ലോണം മധുരം കഴിക്കണതാണ്. നിങ്ങൾ ഫുള്ള് ഡൈഫ് അങ്ങ് ഓരോ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം വേണ്ട എന്നൊക്കെ പറയും, പക്ഷേ കിട്ടിയ താപ്പിൽ എല്ലാവരും കുറ്റം പറയുന്നുണ്ടല്ലോ, എന്താണ് ഉദ്ദേശം? മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കും. ഓക്കെ, കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക, തിന്നാൻ പറ്റുന്നത് കഴിക്കുക. അല്ലാണ്ട് നമ്മള് അസുഖം ഉണ്ട് വെച്ചിട്ട് കഴിക്കാതിരിക്കണ്ട. ഇനിയിപ്പോ അസുഖം ഉണ്ട് വെച്ചിട്ട് കഴിക്കാതെ ചെറിയ ലെവലിൽ കൺട്രോൾ ചെയ്യല്ലേ, അത്ര കൺട്രോൾ ചെയ്ത് പോവാ. നമുക്ക് ഇന്ന് കഴിക്കണം, ഇന്ന് കഴിക്കണം, കഴിക്കുക, നാളേക്കില്ല. ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. നിതിലിന് വേണ്ടേ? നിതിലിന് വേണ്ട. ക്യാബ് എത്തിയതോ ക്യാൻസൽ ചെയ്തു എന്നാണ് ഗൈസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സമയം ഏകദേശം 4:15 നമുക്കിനി അടുത്ത് നമ്മുടെ സ്ഥലം പോകുന്നത് നമ്മൾ ഫുക്കറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ ബാങ്കോക്കിൽ എത്തിയത് ഇന്നലെയായിരുന്നു ബാങ്കോക്കിൽ എത്തിയത്. അപ്പോൾ ബാങ്കോക്കിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഇന്നലത്തെ അധികം നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്നലെ കുറച്ച് ഈവനിങ് നമ്മൾ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയി. പിന്നെ
ഹലോ സവാത്തിക്ക. ഒരു ബാക്കിൽ വന്നിട്ട് വ്ളോഗ് ചെയ്യണ സമയത്ത് ബാക്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇന്നലത്തെ അധികം വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ നമ്മൾ കുറച്ച് ബാങ്കോക്ക് സൈഡിലും കൗസാൻ റോഡും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് സൈഡിലൊക്കെ നമ്മൾ ചുമ്മാ കറങ്ങി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടറൂണും ഇതൊക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ ഇന്നലെ ഫ്ലവർ മാർക്കറ്റും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇനി നമ്മുടെ മെയിൻ വ്ളോഗ് സംഭവങ്ങളൊക്കെ വരുന്നത് ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ബോട്ടിങ്ങിന് പോകുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലൈറ്റ് 8 മണിക്ക് എന്താ ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ പോകുന്നു, ലഗേജൊക്കെ എടുത്ത് നേരെ നമ്മൾ എയർപോർട്ടിൽ പോകുന്നു, അവിടെ നേരെ ഫുക്കറ്റിലോട്ട്. പറയൂ. അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗിൽ കാണാൻ വേണ്ടിയിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈ ബൈ. എങ്ങനെയുണ്ടാവും ഐസ്ക്രീം? സൂപ്പർ ഐസ്ക്രീം. സൂപ്പർ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും അടുത്ത ഇനി ഐസ്ക്രീം ഒന്നും ഇല്ല, ഇനി ഒരു മധുരമില്ല. ഓക്കെ ഓക്കെ ബൈ ഗൈസ്. ഗൈസ് പുറത്ത് മൊത്തം മഴയായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് ബൈ ബൈ പറയാം. ബൈ ബൈ. പിന്നെ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ അടിച്ച് വലിയൊരു ബ്ലോക്കിന് ശേഷം നമ്മൾ നമ്മുടെ എയർപോർട്ടിലെത്തിയേക്കാണ്. എയർപോർട്ടിൽ ഇപ്പോൾ ഗേറ്റിലാണുള്ളത്. ഇനി നമ്മൾ നേരെ അടുത്ത യാത്ര നമ്മുടെ ഇവിടുന്ന് ബാങ്കോക്കിൽ നിന്നും നമ്മൾ നേരെ ഫുക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുക്കറ്റിലെ നമ്മൾ ബോട്ടിൽ പോകുന്നതും സ്നോർക്കൽ ചെയ്യണതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ ഗൈസ്.